ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനം അത് പത്തനംതിട്ട എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പിണറായി 1 ആൻഡ് പിണറായി 2 സർക്കാർ എങ്ങനെയുണ്ട്? കൊള്ളാമോ? രണ്ടാം പിണറായി സർക്കാരിനെ പറ്റി അഭിപ്രായമില്ലാത്തവരാണ് കൂടുതൽ. 81.4% പേർ മോശമായി എന്ന് വിലയിരുത്തുന്നു. ചെറിയൊരു ശതമാനമല്ലത്. 81.4% എന്ന് പറയുന്നത് അത്രയും ആളുകൾ. 100-ൽ നിങ്ങൾ 80 പേരുടെയും വോട്ട് എഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പം എഗെയിൻ ആന്റി ഇൻകംബൻസി, അതായത് 47.1% ആളുകൾ സർക്കാർ വളരെ മോശമാണെന്ന് പറയുന്നു. അതുകൂടാതെ രണ്ടാമത്തെ പിണറായി സർക്കാർ വളരെ മോശമാണെന്ന് 80%-ലേറെ പറയുന്നു. വിലക്കയറ്റം ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് 23% ആളുകൾ കാണുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ഒരു ആന്റി ഇൻകംബൻസി വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം. മെച്ചപ്പെട്ടു എന്ന് പറയുന്നവർ എത്രയാണെന്ന് നോക്കൂ, 2.8%. അതായത് കേന്ദ്ര സർക്കാരിന്റെ പ്രകടനത്തെ വിലയിരുത്തുന്നതും ഈ വിലയിരുത്തലും തമ്മിൽ ചേർത്ത് വായിക്കുമ്പോൾ കേന്ദ്രത്തെക്കാളും അവിടെയുള്ള പത്തനംതിട്ടയിലെ വോട്ടർമാർ മോശമെന്ന് പറയുന്നത് ആരെയാണ്? നിശ്ചയമായും സംസ്ഥാന സർക്കാരിനെ. നമുക്ക് പ്രതിപക്ഷം ആന്റണി UDFന്റെ MP ആണ്. പ്രതിപക്ഷം എങ്ങനെയുണ്ട്? പത്തനംതിട്ട പറയുന്ന അഭിപ്രായം എന്താണെന്ന് നോക്കാം. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പത്തനംതിട്ടയിലെ വോട്ടർമാർ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? കാര്യങ്ങളിൽ വ്യക്തത വരികയാണോ, കൺഫ്യൂസ്ഡ് ആക്കുകയാണോ നോക്കാം. വളരെ മികച്ചതെന്ന 1.8% പേരും മികച്ചതെന്ന 6.5% പേരും പറയുമ്പോൾ പ്രതിപക്ഷത്തെക്കുറിച്ച് നല്ല അഭിപ്രായമുള്ളവർ കേവലം 8.3% പേരാണ്. മോശവും വളരെ മോശവും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതൊരു വലിയ നമ്പറാണ്. 45.4 മോശം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറയുന്നത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. അതായത് എപ്പോഴും അധികാരത്തിലിരിക്കുന്ന രണ്ട് സർക്കാരുകളെയാണ് ആളുകൾ വിലയിരുത്തുക. പ്രതിപക്ഷത്തെക്കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടാകും. എന്താണ്? പ്രതിപക്ഷം വേണ്ട രീതിയിൽ ആഞ്ഞടിക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തെക്കുറിച്ച് പറയുക. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം മോശമാണെന്ന് പറയുന്നത്? ആ വികാരം അപ്പോഴും ആന്റി ഗവൺമെന്റ് ആണ്. ആന്റി ഇൻകംബൻസി നിൽക്കുന്നത് എത്രയാണ്? മോർ ദാൻ 80% ആണ്. അത്രയുമുള്ള ഭരണവിരുദ്ധ വികാരത്തിൽ എന്തുകൊണ്ട് പ്രതിപക്ഷം വേണ്ട രീതിയിൽ വിഷയങ്ങൾ എടുക്കുന്നില്ല, സർക്കാരിനെ വിമർശിച്ച് തെറ്റുതിരുത്തിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഈ 40%-ലധികം പേർ പ്രതിപക്ഷം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വെക്കുന്നത് എന്ന ഒരു വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കും. നമ്മൾ ഇതുവരെ കടന്നുപോയ മണ്ഡലങ്ങളിലൊക്കെ ഈ ഒരു സമീപനം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നല്ല അഭിപ്രായമല്ല. ഇപ്പം ആകപ്പാട് ഞാൻ കണ്ടത് പൊന്നാനിയിൽ മാത്രമാണ് പ്രതിപക്ഷത്തെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നത്. ബാക്കി ഈ 7 മണ്ഡലങ്ങൾ ഇപ്പൊ നമ്മൾ പോകുന്ന 9ാമത്തെ മണ്ഡലത്തിലാണ്. പൊന്നാനി ഒഴിച്ചുള്ള മറ്റെല്ലാ മണ്ഡലങ്ങളിലും പ്രതിപക്ഷം പോരാ എന്ന അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ തന്നെയും 6 മണ്ഡലങ്ങളിൽ UDFനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത നിലനിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യവുമുണ്ട്. ഓക്കെ, നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കഴിഞ്ഞ 8 മണ്ഡലങ്ങളിലും ജനങ്ങൾ എതിരായി നിൽക്കുന്ന വിഷയം. 9ാമത്തെ വിഷയം, അടുത്തിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ സഞ്ചരിച്ച് നടത്തിയ നവകേരള സദസ്സ്. ആ യാത്ര പത്തനംതിട്ടക്കാർ നെഞ്ചേറ്റിയോ അതോ തള്ളിക്കളഞ്ഞോ? ഉത്തരങ്ങളിലേക്ക് വരാം. നവകേരള സദസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം. നവകേരള സദസ് വേണോ അതോ വേണ്ടിയിരുന്നില്ലേ? നവകേരള സദസ് ആവശ്യമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് കൂടുതൽ. അത് 65.8% പേരാണ്. 66% എടുക്കാം. നോക്കൂ, ഇവിടെയാണ് പ്രശ്നം. അതായത് LDFന് പരിപൂർണമായും ആധിപത്യമുള്ള പത്തനംതിട്ട ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി 7 നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിച്ചിരിക്കുന്നത് LDFന്റെ സ്ഥാനാർത്ഥികൾ. അവരാണ് അവിടുത്തെ MLA-മാർ. അവിടേക്കാണ് നവകേരള സദസ്സുമായിട്ട് ആ മന്ത്രിസഭ എത്തിച്ചേർന്നത്. ആ ജനങ്ങൾക്ക് ആ വികാരമില്ല എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നിശ്ചയമായും മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തോത് കുറവാണെങ്കിലും 65%-ലേറെ ആളുകൾ നവകേരള സദസ് അനാവശ്യമാണ് എന്ന് പറയുന്നത് LDFന്റെ കോട്ടയിലായിരിക്കുന്നു. അത് വളരെ ഇവിടെ ഈ പത്തനംതിട്ടയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഓരോ MLA-മാരുമായിരുന്നു അതാത് മണ്ഡലങ്ങളിലൂടെ നവകേരള സദസ് കടന്നുപോയപ്പോൾ പ്രതിപക്ഷമില്ല. അപ്പോൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സംഘാടനം പൂർണ്ണമായും MLA-മാർ നിർവഹിക്കുമ്പോൾ അതിലൊരു മന്ത്രിയും ഒരു ചീഫ് വിപ്പും അടങ്ങുമ്പോൾ ആ സംഘാടനത്തിലൂടെ നവകേരള സദസ് ഉദ്ദേശിച്ചത് എന്താണ്? ഈ യാത്ര ആവശ്യമായിരുന്നുവെന്ന് അവിടെയുള്ള വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ ഈ 7 MLA-മാർക്കും കഴിഞ്ഞിട്ടില്ല എന്നതും സർക്കാർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ ഇനിയിപ്പോൾ അടുത്ത ചോദ്യം അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമാണ്. അതെ, ക്വസ്റ്റ്യൻ നമ്പർ 10. നമ്മുടെ സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണ് വിലയിരുത്തൽ. ഈ പ്രതിസന്ധിയുടെ ബുദ്ധിമുട്ടിന്റെ കാരണം എന്താണെന്നാണ് പത്തനംതിട്ടയിലെ വോട്ടർമാർ വിലയിരുത്തുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. കേന്ദ്രമാണോ അതോ കേരളമാണോ? എങ്ങനെയാണ് നമുക്ക് ഈ പ്രതിസന്ധി വന്നത്? ഉത്തരങ്ങളിലേക്ക് നോക്കൂ. സംസ്ഥാന സർക്കാരിന്റെ പരാജയമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് കൂടുതൽ. 51.9%, അതായത് 52% പേരും സംസ്ഥാന സർക്കാരിനെ പഴിക്കുകയാണ്. അതേസമയം കേന്ദ്ര സർക്കാർ നയങ്ങൾ ആണ് കാരണമെന്ന് പറയുന്നത് 28.6% പേർ മാത്രം. 29 എന്ന് വെക്കാം. ഇവിടെയാണ് പ്രശ്നം. അതായത് വീണ്ടും വരുന്നു. അതായത് LDFന്റെ 7 MLA-മാരുള്ള മണ്ഡലത്തിൽ ചെന്നിട്ട്
ഈ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. 51.9 എന്ന് പറയുമ്പോൾ 52%. 52% ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആർക്കെതിരായിട്ടാണ് ആ വികാരം? അവിടെ സ്ട്രോങ് ആന്റി ഇൻകംബൻസി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആന്റണിക്ക് ഒരു അല്പം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷേ അവിടേക്ക് ഡോക്ടർ ടി.എം. തോമസ് ഐസക്കാണ് LDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഇടതുപക്ഷത്തെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധനെയാണ് പത്തനംതിട്ടയിൽ ഫീൽഡ് ചെയ്തിരിക്കുന്നത്. ഈ കണക്ക് 57,000 കോടി എന്ന് പറഞ്ഞ് അവിടുത്തെ വോട്ടർമാരെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ ആന്റണിക്ക് അത് എതിരാക്കി മാറ്റാനുള്ള സാധ്യത അവിടെ അപ്പോഴും അവശേഷിക്കുന്നുണ്ട്. പക്ഷേ പത്തനംതിട്ടയിലെ വോട്ടർമാർ പ്രബുദ്ധരാണ്. അവരിത് എത്ര കണ്ട് വിശ്വസിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അല്ലേ? അതെ, നിശ്ചയമായും. കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രനെ പോലെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്നു. അതിനു മുമ്പ് MT രമേശാണ് വലിയൊരു വളർച്ച അവിടെ ഉണ്ടാക്കിയത്. അതിനെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പൊ നിശ്ചയമായും BJP ഒരു നല്ല സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിർത്തും. അതിപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ കുമ്മനം രാജശേഖരന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ PC ജോർജ് BJPയിൽ ലയിച്ച സ്ഥിതിക്ക് അവിടെ ഒരു സഭയ്ക്ക് ആധിപത്യം കൂടിയുള്ള സാഹചര്യത്തിൽ PC ജോർജ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് നോക്കൂ, ആന്റണി, അതായത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരു കാൻഡിഡേറ്റ്, ഡോക്ടർ ടി.എം. തോമസ് ഐസക്, അവിടെ ആ ക്രിസ്ത്യൻ സഭയിൽ നിന്നുള്ള വിവിധ ഓർത്തഡോക്സ് എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് അവിടെ സ്പ്ലിറ്റായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് അവിടെ കേന്ദ്രീകരിക്കാവുന്ന ഒരു സാധ്യത NDA മനസ്സിലാക്കുകയാണെങ്കിൽ ആ തരത്തിലായിരിക്കാം അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം. അത് സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തേണ്ടത് ആ പാർട്ടിയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ആലപ്പുഴ ഒരു നല്ല ഉദാഹരണമാണ്. 2019 തെരഞ്ഞെടുപ്പിലെ ആലപ്പുഴയിലെ സ്ഥിതി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് 2 മുസ്ലിം സമുദായത്തിൽപ്പെട്ട 2 സ്ഥാനാർത്ഥികൾ വരുന്നു. ഷാനിമോൾ ഉസ്മാനും വരുന്നു, AM ആരിഫും വരുന്നു. അവിടേക്കാണ് KS രാധാകൃഷ്ണൻ വരുന്നത്. രാധാകൃഷ്ണൻ വരുമ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ഈ 2 മുസ്ലിം സ്ഥാനാർത്ഥികളിലേക്ക് വോട്ട് മാറിപ്പോകുമ്പോൾ N ബ്ലോക്കായിട്ട് അവിടുത്തെ ഹിന്ദു വിഭാഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ആ വോട്ടാണ് വലിയൊരു വളർച്ച കാണിച്ചത്. KS രാധാകൃഷ്ണന്റെ വോട്ട് വിഹിതത്തിൽ അത് വലിയ 1,00,000 മേൽ വോട്ടാണ് രാധാകൃഷ്ണൻ അവിടെ കിട്ടിയത്. KS രാധാകൃഷ്ണൻ അവിടെ കിട്ടിയത്. ഇനിയിപ്പോൾ ഇടതുപക്ഷത്തിനും LDFനും സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഫിക്സ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ബുദ്ധിപൂർവ്വം സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടത് NDA ആണ്. ഈ വോട്ട് വിഹിതം N ബ്ലോക്കായി, അതായത് SNDPയെയും NSSനെയും ഒരേപോലെ പോൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ അതോടൊപ്പം സഭയുടെ റാഫേൽ തട്ടിലുമായൊക്കെ നടത്തിയ കൂടിക്കാഴ്ചയുടെ ഒരു തുടർച്ച, ഓർത്തഡോക്സ് വിഭാഗവുമായി നടത്തുന്ന ചർച്ചകളുടെ ഒരു തുടർച്ച, അത് കൃത്യമായി N ബ്ലോക്കായി ഒരിടത്തേക്ക് പോൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ NDAക്കും അവിടെ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം കാര്യമുണ്ട്. ഇപ്പം സുജയ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം 29% വോട്ടാണ് K. സുരേന്ദ്രൻ പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച ആന്റണിയുടെ വോട്ട് എത്രയാണ്? 34%. അതായത് ഈ 29% 34% തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 5%. അതാണ് അതെങ്ങനെ മാനേജ് ചെയ്യുന്നതാണ്. ബിഷപ്പിന്റെ അനുഗ്രഹത്തോടുകൂടി BJPയിലേക്ക് വന്നു എന്ന് PC ജോർജ് പറഞ്ഞിട്ടുണ്ട്. PC ജോർജ് പൂഞ്ഞാർ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് PC ജോർജ് വളരെ സ്ട്രോങ് ആണ്. ആ ഭാഗത്തു നിന്നുള്ള വോട്ടുകൾ ജനപക്ഷം പോലെയല്ല. അവിടെ നിൽക്കുമ്പോൾ പൂഞ്ഞാറിൽ നിന്നുള്ള BJP വോട്ടുകളും അതോടൊപ്പം PC ജോർജിന്റെ മറ്റു മുന്നണികളിൽ നിന്നപ്പോഴുണ്ടാക്കിയ വോട്ട് വിഹിതവും കൊണ്ടുവരാൻ PC ജോർജിന് കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ ഇക്കുറി സ്ഥിതി മറ്റൊന്നാകാനുള്ള സാധ്യത വളരെ ശക്തമായ ത്രികോണ മത്സരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക്